സത്യവിശ്വാസികളെ, അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാദരിച്ചവരെ മറക്കാതിരിക്കുക. ഈ ദിവസം അതിനു വേണ്ടി ഉപയോഗിക്കുക. നിരന്തരമായി മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് നാം ചെയ്ത പാപങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല. എത്ര വലുതായാലും, ആകാശത്തോളം കുമാരമാണെങ്കിലും ശരി, അവനോട് അപേക്ഷിക്കുക, അള്ളാഹുവിനോട് അപേക്ഷിക്കുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആമീൻ ചൊല്ലിയവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ കഠിനാധ്വാനം ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മിൽ പലർക്കും ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ ചെയ്യണമെന്നുണ്ട്. പക്ഷേ പലരെയും പലതരത്തിലുള്ള ബാഹ്യ ശക്തികളും പല രൂപത്തിൽ സ്വാധീനിക്കുകയാണ്. പലരും വിചാരിക്കും, ഞാൻ ഇതുവരെ ചെയ്ത ഒന്ന് ഇന്നു മുതൽ മാറിയാൽ എന്റെ സമൂഹം എന്നെക്കുറിച്ച് എന്ത് കരുതും, എന്റെ കുടുംബക്കാരെന്നെക്കുറിച്ച് എന്ത് കരുതും, എന്റെ മക്കൾ എന്നെക്കുറിച്ച് എന്ത് കരുതും? അല്ലേ? പലരും ചിന്തിക്കുന്നത് അപ്രകാരമാണ്. പലരുടെയും ചിന്ത ഇപ്പോഴും ഈ ലോകവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ആളുകളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ജനങ്ങൾ എന്നെ മോശക്കാരനായി കാണുമോ? ഇതുവരെ എന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു ഞാൻ ചെയ്ത തെറ്റുകൾ. അല്ലേ? പല തെറ്റുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ അന്തസ്സിന്റെ പ്രതീകമാണ്. പലർക്കും തോന്നും ഇങ്ങനെ പലതരം ബാഹ്യശക്തികൾ തെറ്റിൽ നിന്ന് നാം പിന്മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മെ പിടിച്ചു വെക്കും. സഹോദരാ, ചിന്തിക്കണം. ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യന്റെ മുമ്പിൽ നിന്ന്, ഇവിടെയുള്ള ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ നിന്ന്, സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനല്ല നാം പരിശ്രമിക്കേണ്ടത്. നമ്മൾ ഓർക്കണം, നാം ഭയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലോ, കുടുംബത്തിന്റെ മുമ്പിലോ, ബന്ധുക്കളുടെ മുമ്പിലോ, മക്കളുടെ മുമ്പിലോ നമ്മൾ അപമാനിതരാകുന്നതിനെ കുറിച്ചല്ല നാം ഭയപ്പെടേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം ഭയപ്പെട്ടില്ലേ? അദ്ദേഹം ദുആ ചെയ്തില്ലേ? ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം റബ്ബേ, എന്നെ നീ അപമാനിക്കരുതേ. ആ അപമാനത്തെക്കുറിച്ച് ഓർത്താൽ, ആ അപമാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നുകയില്ല. ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നുകയില്ല. ഇവിടെ ആരുടെയെങ്കിലും മുമ്പിൽ നാം എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്നത് നമുക്ക് പ്രശ്നമായി തീരുകയില്ല. മറ്റൊരു കാര്യം ഗൗരവമുള്ളത് നാം ഓർക്കണം. ഇസ്തിഗ്ഫാർ നടത്താൻ നാം ഒരുങ്ങിയാൽ പലതും നാം ഉപേക്ഷിക്കേണ്ടി വരും. പല ബന്ധങ്ങളും, പല പ്രവർത്തനങ്ങളും, പല കാര്യങ്ങളും, പല നേട്ടങ്ങളും നാം ഒഴിവാക്കേണ്ടി വരും. പലിശ വാങ്ങുന്നവന്, കള്ളക്കച്ചവടം ചെയ്യുന്നവൻ, കൂട്ടം കൂടി പലതരത്തിലുള്ള തെറ്റുകളും ചെയ്യുന്നവൻ, പല രൂപത്തിലും പല സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയവൻ, ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും. പല സുഹൃത്തുക്കളെയും ഒഴിവാക്കേണ്ടി വരും. പല സ്നേഹിതന്മാരെയും ഒഴിവാക്കേണ്ടി വരും. ഒക്കെ ഒഴിവാക്കുക, എല്ലാം ഒഴിവാക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചൊഴിവാക്കുക. അള്ളാഹു ഒരു രംഗം നമുക്ക് വരച്ചു തരുന്നു. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി. ഇതൊക്കെ പറഞ്ഞിട്ടും ബോധ്യമാകാത്ത അക്രമിയായ മനുഷ്യൻ കൈ കടിക്കുന്ന ഒരു ദിവസമുണ്ട്. അവനെന്തിനാ കൈ കടിക്കുന്നത്? കൈ കടിച്ചുകൊണ്ട് അവൻ പറയുന്നു, യാ ലൈതനി, യഖൂലു യാ ലൈതനി, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അവൻ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തോടൊപ്പം മറ്റൊരു മാർഗം ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലിന്റെ മാർഗം എന്തെന്ന് വരച്ചു കാണിച്ചു തന്നു, അത് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ, എന്റെ നാശമേ,
ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാളെ ഞാൻ എന്റെ ചങ്ങാതിയാക്കിയില്ലായിരുന്നുവെങ്കിൽ, സുഹൃത്താക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് മനുഷ്യൻ കൈകടിച്ച് ഖേദിച്ച് പരിതപിച്ചുകൊണ്ട് പറയുന്നു, ലഖദ് അദല്ലനി അനി ദിക്ർ, അവനാണ് എന്നെ വഴിപിഴപ്പിച്ചത്, അവനാണ് എന്നെ ഈ ഉത്ബോധനം കേട്ടിട്ട് അതിൽ നിന്ന് എന്നെ അശ്രദ്ധനാക്കിയത്, വഴിപഴപ്പിച്ചത് അവനാണ്, എന്നെ പിടിച്ചുകൊണ്ടുപോയത് അവനാണ്. സഹോദരന്മാരെ, അങ്ങനത്തെ വല്ല കൂട്ടുകാരും വല്ല സുഹൃത്തുക്കളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അങ്ങനെയുള്ള വല്ല സമ്പാദ്യവും സ്വത്തുമുണ്ടെങ്കിൽ ഒഴിവാക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ ഒരു ഖേദപ്രകടനം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ഇസ്തിഗ്ഫാറിന്റെ കാര്യം നാം സ്വയം ഇസ്തിഗ്ഫാർ നടത്തുക. നമ്മുടെ കുടുംബത്തോടെല്ലാം നാം ഇതിനു വേണ്ടി ഉപദേശിക്കുക. അവരെ, കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത ഉള്ളവരാണ് നാം എന്ന് നമുക്കറിയാം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. അവരോടും പറയുക. ഇസ്തിഗ്ഫാറിന്റെ കാര്യം വളരെ പ്രധാനമാണ്. എല്ലാവരും പ്രധാനപ്പെട്ട ചർച്ചയാക്കി അത് മാറ്റുക. എന്നിട്ട് ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ തങ്ങളുടെ മനസ്സിൽ നിന്ന് ഇനി ആ തെറ്റിലേക്ക് ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന ശക്തമായ ദൃഢനിശ്ചയത്തോടുകൂടി ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക, അതിനോട് സലാം പറയുക. അങ്ങനെ നാം നമ്മെ ശുദ്ധീകരിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രയാസകരമായ ഒരുപാട് വാർത്തകൾ നാം ശ്രവിക്കേണ്ടി വന്നു. നമ്മുടെ സഹോദരങ്ങൾ, ആയിരക്കണക്കിന് സഹോദരങ്ങൾ ഇപ്പോഴും വല്ലാത്ത പ്രയാസത്തിൽ, ആ പ്രയാസത്തിന്റെ പരിധി, അതിന്റെ തോത് നിശ്ചയിക്കാൻ പ്രയാസമാണ്. അത്ര ശക്തിയുള്ള ബുദ്ധിമുട്ടിലാണ്. നമ്മളെപ്പോലെ നോമ്പെടുക്കേണ്ട, നമ്മളെപ്പോലെ ഇബാദത്തുകളിൽ ഏർപ്പെടേണ്ട സഹോദരങ്ങൾ കല്ലുകൾക്കുള്ളിലാണ്, മണ്ണുകൾക്കുള്ളിലാണ്. പലരും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഇപ്പോഴും അവരുടെ രക്തം തുടക്കാനുള്ള തുണി പോലും കിട്ടാത്ത അവസ്ഥയാണ്. മരിച്ച ഒരുപാട് മയ്യത്തുകൾ, ജഡങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. കഫൻ ചെയ്യാൻ പുടവയില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് ഇത് കാണിച്ചു തരുന്നത്. സഹോദരന്മാരെ, മടങ്ങാൻ സമയമായിരിക്കുന്നു, തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. നമ്മുടെ നാടോ, നാം വസിക്കുന്ന രാജ്യമോ, നമ്മുടെ പ്രദേശമോ കുലുങ്ങുകയില്ല, വിറക്കുകയില്ല എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. എപ്പോഴും സംഭവിക്കും. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. നമുക്കൊരിക്കലും അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി ഇനിയും തെറ്റുകളും കുറ്റങ്ങളും ബാക്കിയുണ്ടെങ്കിൽ അവയിൽ നിന്ന് രാജിയാകാൻ ഈ സന്ദർഭം, ഈ അവസരം, ഈ കാഴ്ചകൾ നാം ഉപകാരപ്രദമാക്കുക. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ പാപങ്ങൾ പുറത്ത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് അർഹരാകുന്ന സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നാഥ, ഈ വിശുദ്ധ മാസത്തിലെ ഈ വിശുദ്ധ ദിവസത്തിൽ ഈ പള്ളിയിൽ ഒരുമിച്ചുകൂടി ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് നാഥ, പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മഗ്ഫിറത്ത് നൽകുന്ന, മർഹമത്ത് നൽകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സാലിഹായ മുറാദുകളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, തൗഹീദോടുകൂടി ജീവിച്ച് അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഈ സാധുക്കളായ മിസ്കീന്മാരായ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നാഥ, നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ ഖബർ വിശാലമാകുന്ന സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പായി ഞങ്ങളുടെ ഖബറിനെ നീ മാറ്റിത്തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, നിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ ലഘുവായ വിചാരണ നടത്തി സിറാത്തിലൂടെ
എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള